സംഗീത ലോകത്തെ പ്രിയ ഗായകൻ എം.ജി. ശ്രീകുമാറും ഭാര്യ ലേഖയും ആരാധകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ്. യാത്രകളിലും സംഗീത സദസ്സുകളിലും എപ്പോഴും ഒരുമിച്ചെത്തുന്ന ഇരുവരുടെയും പുതിയ അഭിമുഖത്തിലെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇരുവരും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും സംഗീത ജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ്. സംഗീതമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത് എന്ന് ലേഖ ശ്രീകുമാർ ഓർത്തെടുക്കുന്നു. വീട്ടിൽ എല്ലാവരും പാടുമായിരുന്നെങ്കിലും തനിക്ക് ഡാൻസിലായിരുന്നു താല്പര്യമെന്ന് ലേഖ പറയുന്നു. പിന്നീടാണ് ശ്രീകുട്ടനെ കണ്ടുമുട്ടുന്നത്. ചിത്രം, വന്ദനം തുടങ്ങിയ സിനിമകളിലെ പാട്ടിലൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്തായിരുന്നു അത്. വഴിയിൽ വെച്ച് കാസറ്റുകൾ തരുമായിരുന്നു. ഫോണിലൂടെ ഒരുപാട് സംസാരിച്ചു. അങ്ങനെ മ്യൂസിക്കാണ് തങ്ങളെ ഒന്നിപ്പിച്ചത് ലേഖ വ്യക്തമാക്കി. താൻ തന്നെയാണ് ശ്രീകുട്ടൻ്റെ ഏറ്റവും വലിയ ആരാധികയെന്നും മ്യൂസിക്കിനെ ഈശ്വരനായാണ് കാണുന്നതെന്നും ലേഖ കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരല്ലാതെ മറ്റ് മാനേജർമാരില്ലെന്നും എം.ജി. ശ്രീകുമാർ പറഞ്ഞു. ഇവളാണ് എൻ്റെ മാനേജർ, ഞാൻ ഇവളുടെ മാനേജറും. ഏത് സ്റ്റേജിൽ പാടിയാലും ലേഖ മുന്നിൽ ഉണ്ടാകും. പാട്ടിനിടയിൽ സൗണ്ട് ഓക്കെയാണോ എന്ന് ഞാൻ ആംഗ്യം കാണിക്കും. ശബ്ദം കുറവാണെങ്കിൽ കമാൻഡ് മൈക്ക് വഴി സൗണ്ട് എഞ്ചിനീയർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്യും, എം.ജി. ശ്രീകുമാർ വ്യക്തമാക്കി. ലേഖ നന്നായി പാടുമെന്നും എന്നാൽ പാടാൻ ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടെന്നും എം.ജി. ചിരിയോടെ പറഞ്ഞു. 10-20 വർഷം റിയാലിറ്റി ഷോകളിൽ ജഡ്ജായ ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കാം. ലേഖ നന്നായി പാടും. വീട്ടിൽ സ്വന്തമായി സ്റ്റുഡിയോയും എഞ്ചിനീയറുമൊക്കെയുണ്ട്. ആരോടും ചോദിക്കാതെ അവിടെ പോയിരുന്ന് പാടും. പക്ഷേ ഒരു മൈൻഡ് ബ്ലോക്ക്, അത് എന്നെങ്കിലും ശരിയാകും, എം.ജി. കൂട്ടിച്ചേർത്തു. ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിലെല്ലാം യാത്രകൾക്കായി മാറ്റിവെക്കുന്നവരാണ് ഇരുവരും. ഒരാഴ്ച സമയം കിട്ടിയാൽ ഉടൻ വിദേശത്ത് പറക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും നടക്കാനും പടികയറാനും ആരോഗ്യമുള്ള കാലത്തോളം യാത്രകൾ ചെയ്യുമെന്നാണ് തങ്ങളുടെ നയമെന്നും എം.ജി. ശ്രീകുമാർ പറഞ്ഞു.